നമുക്കപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൃത്തിയാക്കലും അണുവിമുക്തമാക്കലും ഒന്ന് തന്നെയാണ്. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? കിട്ടിയോ? വൃത്തിയാക്കലും അണുവിമുക്തമാക്കലും ഒന്ന് തന്നെയാണോ? അല്ലല്ലോ, തെറ്റല്ലേ. കാരണം എന്താ? വൃത്തിയാക്കൽ എന്നാല് പൊടിയും അഴുക്കും നീക്കം ചെയ്യുക എന്നതാണ്. ഓക്കെ. എന്നാൽ അണുവിമുക്തമാക്കൽ എന്നാൽ എന്താണ്? കണ്ണിൽ കാണാത്ത അണുക്കളെ നശിപ്പിക്കുക എന്നതാണ്. ഓക്കെ. എങ്ങനെയാണ്? വൃത്തിയാക്കൽ എന്നാൽ പൊടിയും അഴുക്കും നീക്കം ചെയ്യുക എന്നതാണ്. എന്നാൽ അണുവിമുക്തമാക്കൽ എന്നാൽ കണ്ണിൽ കാണാത്ത അണുക്കളെ നശിപ്പിക്കുക എന്നതാണ്. രണ്ടും രണ്ട് വ്യത്യസ്ത പ്രക്രിയകളാണ്. ഓക്കെ. അപ്പോൾ ഉത്തരം തെറ്റാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാലിന്യം ഭക്ഷ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകില്ല. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? തെറ്റല്ലേ. മാലിന്യം ഭക്ഷണ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. കാരണം എന്താ? ഭക്ഷണത്തിനരികിൽ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നത് രോഗാണുക്കൾ വളരാനും ഈച്ചകളും മറ്റും വഴി രോഗങ്ങൾ പകരാനും കാരണമാകുന്നുണ്ട്. എങ്ങനെയാണ്? ഭക്ഷണത്തിനരികിൽ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് രോഗാണുക്കൾ വളരാനും ഈച്ചകൾ വഴി രോഗങ്ങൾ പകരാനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യം ഭക്ഷണ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് മാലിന്യം ഭീഷണിയാകില്ല എന്ന പ്രസ്താവന തെറ്റാണ്. ഓക്കെ. അടുത്ത നമ്മൾ നോക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ഥാപനത്തിലെ അസാധാരണമായ ദുർഗന്ധം കീടസാന്നിധ്യത്തിന്റെ ലക്ഷണമാകാം. ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ശരിയാണ്. കാരണം എന്താ? എലികൾ, പാറ്റകൾ തുടങ്ങിയ കീടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവയുടെ മൂത്രം അല്ലെങ്കിൽ വിസർജ്യം അല്ലെങ്കിൽ ചത്ത അവശിഷ്ടങ്ങൾ എന്നിവയൊക്കെ കാരണം ഒരു പ്രത്യേക തരം ദുർഗന്ധം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ പെട്ടെന്ന് അസാധാരണമായ മണം അനുഭവപ്പെടുന്നത് അവിടെ കീടങ്ങൾ ഉണ്ട് എന്നതിനുള്ള സൂചനയാണ്. ഓക്കെ. അതുകൊണ്ട് ഉത്തരം ശരിയാണ്. സ്ഥാപനത്തിലെ അസാധാരണമായ ദുർഗന്ധം കീട സാന്നിധ്യത്തിന്റെ ലക്ഷണമാകാം. ഈ പ്രസ്താവന ശരിയാണ്. ഓക്കെ. അടുത്ത നമ്മൾ നോക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രധാന ശുചീകരണത്തിന് അനുയോജ്യമായ ജലതാപനില എത്രയാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1 25 ഡിഗ്രി സെൽഷ്യസ്, 2 50 ഡിഗ്രി സെൽഷ്യസ്, 3 63 ഡിഗ്രി സെൽഷ്യസ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഇതെല്ലാവരും തെറ്റിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അപ്പം ഏതാണ് ആൻസർ? കിട്ടി നിങ്ങൾക്ക്? രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്. 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം എന്താ? പാത്രങ്ങളിലെയും ഉപകരണങ്ങളിലെയും കൊഴുപ്പും എണ്ണമയും എളുപ്പത്തിൽ ഇളകി പോവാൻ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണയായി ഇതിന് 50 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് പറയാറുള്ളത്. 50 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വേണമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആൻസർ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്, 50 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി പറയുന്നവയിൽ ഏതാണ് അനുയോജ്യമായ മാലിന്യ പാത്രങ്ങളുടെ സവിശേഷതയല്ലാത്തത്? അവ ഞാൻ ഓപ്ഷൻസ് വായിച്ചു തരാം. 1 കൈകൊണ്ട് തുറക്കുന്നു, 2 കീടപ്രതിരോധം, 3 ഇറുകിയ മൂടി സജ്ജീകരിച്ചിരിക്കുന്നു. ഏതാണ് അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? ഒന്നാമത്തെ ഓപ്ഷനല്ലേ കറക്റ്റ്, കൈകൊണ്ട് തുറക്കുന്നത്. കാരണം എന്താ? ശുചിത്വ ശീലങ്ങൾ അനുസരിച്ച് ഒരു മാലിന്യ പാത്രം കൈകൊണ്ട് തുറക്കുന്നത് നല്ലതല്ല. അതെന്താണ്? മാലിന്യത്തിനുള്ള അണുക്കൾ നമ്മുടെ കൈകളിലേക്ക് പകരാൻ കാരണമാകും. ഓക്കെ. നമ്മൾ മുന്നത്തെ പാർട്ടിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലുകൊണ്ട് ചവിട്ടി തുറക്കുന്നത്. അല്ലെങ്കിൽ സെൻസറുള്ള പാത്രങ്ങൾ ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ. അതേസമയം കീടങ്ങളെ അകത്ത് കടക്കാതിരിക്കാനും
പിന്നെ ദുർഗന്ധം പുറത്തു പോവാതിരിക്കാനും ഇറുകിയ മൂടിയുള്ളത് ഒരു നല്ല മാലിന്യ പാത്രത്തിന് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഒന്നാമത്തെ ഓപ്ഷനാണ് കൈകൊണ്ട് തുറക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഭക്ഷണ സ്ഥാപനത്തിൽ കീടലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതായത് നിങ്ങൾ ഒരു ഭക്ഷണശാലയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പാറ്റ, എലി തുടങ്ങിയ കീടങ്ങളുടെ സാന്നിധ്യം കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, കീടങ്ങൾ കുറവാണെങ്കിൽ അത് അവഗണിക്കുക. 2, ഉടൻ തന്നെ സൂപ്പർവൈസറെ അറിയിക്കുക. 3, കീടങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവുമല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ ആണല്ലേ രണ്ടാമത്തെ ഓപ്ഷൻ ആണല്ലേ കറക്റ്റ്. ഉടൻ തന്നെ സൂപ്പർവൈസറെ അറിയിക്കുക. കാരണം എന്താണ്? ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പാക്കാൻ ഇത്തരം കാര്യങ്ങൾ അപ്പോൾ തന്നെ മേലധികാരികളെ അറിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്, ഉടൻ തന്നെ സൂപ്പർവൈസറെ അറിയിക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അണുനശീകരണം അതായത് സാനിറ്റൈസിങ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, ദൃശ്യമായ അവശിഷ്ടങ്ങളും അഴുക്കും നീക്കം ചെയ്യുന്നത്. 2, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് മാത്രം. 3, സൂക്ഷ്മാണുക്കളുടെ എണ്ണം സുരക്ഷിതമായ അളവിലേക്ക് കുറക്കുന്നത്. 4, പാത്രങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്നത്. അപ്പൊ ഏതാണ് ഇതിലെ ആൻസർ? മൂന്നാമത്തെ ഓപ്ഷൻ ആണല്ലേ കറക്റ്റ്, സൂക്ഷ്മാണുക്കളുടെ എണ്ണം സുരക്ഷിതമായ അളവിലേക്ക് കുറക്കുന്നത്. കാരണം എന്താ? നമ്മൾ സാധാരണയായി വൃത്തിയാക്കുന്നതും അണുനശീകരണം നടത്തുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന പൊടിയും അഴുക്കും നീക്കം ചെയ്യുന്നതാണ്. ഓക്കെ, എന്നാൽ അണുനശീകരണം എന്ന് പറഞ്ഞാലോ വെറും അഴുക്ക് കളയുക മാത്രമല്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അണുക്കളുടെ എണ്ണം ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ കുറക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്, സൂക്ഷ്മാണുക്കളുടെ എണ്ണം സുരക്ഷിതമായ അളവിലേക്ക് കുറയ്ക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾ എപ്പോഴൊക്കെ വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും വേണം? അതായത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനോ വിളമ്പാനോ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡുകൾ, അല്ലെങ്കിൽ അടുക്കളയിലെ സ്ലാബ് എന്നിവയൊക്കെ എപ്പോഴൊക്കെയാണ് കഴുകി വൃത്തിയാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, ജോലി അവസാനിക്കുമ്പോൾ മാത്രം. 2, പ്രതലം വൃത്തിഹീനമായി കാണപ്പെടുമ്പോൾ മാത്രം. 3, ഓരോ ഉപയോഗത്തിന് ശേഷവും. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ കറക്റ്റ്, ഓരോ ഉപയോഗത്തിന് ശേഷവും എന്നതാണ്. കാരണം എന്താ? ഭക്ഷണ സുരക്ഷയുടെ ഭാഗമായി രോഗാണുക്കൾ പകരുന്നത് തടയാൻ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ആ പ്രതലം വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പച്ചക്കറികൾ മുറിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കട്ടിംഗ് ബോർഡ് കഴുകണം. പിന്നെ ഇറച്ചി മുറിച്ച ശേഷം ആ പ്രതലത്തിൽ പച്ചക്കറി മുറിക്കുന്നത് അണുബാധക്ക് കാരണമാകൂലേ. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ജോലി കഴിഞ്ഞാലും അവിടെ വൃത്തിയാക്കണം. അപ്പോൾ അഴുക്ക് കാണുമ്പോൾ മാത്രം വൃത്തിയാക്കുക എന്ന് കരുതുന്നത് തെറ്റാണ്. ഓക്കെ, കാരണം കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അണുക്കളും അവിടെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ ആണ്, ഓരോ ഉപയോഗത്തിന് ശേഷവും. അടുത്ത നമ്മൾ നോക്കുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹാൻഡ് കോണ്ടാക്ട് പ്രതലങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? അതായത് നമ്മുടെ കൈകൊണ്ട് ഇടയ്ക്കിടെ സ്പർശിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ വസ്തുക്കളെ, ഇവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, ചായക്കപ്പുകൾ, പ്ലേറ്റുകൾ. 2, തറകൾ, ചുവരുകൾ. 3, ഡോർ ഹാൻഡിലുകൾ, സ്വിച്ചുകൾ. 4, ഭക്ഷണ അവശിഷ്ടങ്ങളുള്ള പാത്രങ്ങൾ. ഏതാണ് ഇതിൽ ആൻസർ കിട്ടിയിക്കണോ? മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ കറക്റ്റ്, ഡോർ ഹാൻഡിലുകൾ, സ്വിച്ചുകൾ.
അതായത് നമ്മളൊരു ഒരു റൂമിലോ മറ്റോ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ കൈകൾ കൊണ്ട് തൊടുന്നത് വാതിൽപ്പടികളും അല്ലെങ്കിൽ ലൈറ്റ് സ്വിച്ചുകളും ആണല്ലോ. ഇത്തരം സ്ഥലങ്ങളിൽ അണുക്കൾ പടരാൻ സാധ്യത കൂടുതലായിരിക്കും. ഇവയെ ഹാൻഡ് കോണ്ടാക്ട് പ്രതലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ മൂന്നാമത്തെ ഓപ്ഷനാണ്, ഡോർ ഹാൻഡിലുകൾ, സ്വിച്ചുകൾ. അടുത്ത നമ്മൾ നോക്കുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്ലീനിങ് ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് മോപ്പ്, ബ്രഷ് തുടങ്ങിയവയൊക്കെ വൃത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യണം? എങ്ങനെയാണ്? ക്ലീനിങ് ഉപകരണങ്ങൾ വൃത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, നനവോടെ തന്നെ അടുത്ത ഉപയോഗത്തിനായി മാറ്റിവെക്കുക. 2, ഓരോ ഉപയോഗത്തിന് ശേഷവും അവ വൃത്തിയാക്കി അണുവിമുക്തമാക്കി ഉണക്കുക. 3, പുറത്തുള്ള മാലിന്യ പാത്രത്തിൽ ഇടുക. അപ്പോൾ ഏതാണ് ഇതിൽ ആൻസർ വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ കറക്റ്റ്. ഓരോ ഉപയോഗത്തിന് ശേഷവും അവ വൃത്തിയാക്കി അണുവിമുക്തമാക്കി ഉണക്കുക. കാരണം എന്താ? ക്ലീനിങ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവ വെറുതെ വെക്കുകയല്ല വേണ്ടത്, പകരം അവ നന്നായി കഴുകി അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ഓക്കെ, എന്നിട്ട് ഉണക്കി വേണം സൂക്ഷിക്കാൻ. എങ്കിൽ മാത്രമേ അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ അണുബാധ ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഓരോ ഉപയോഗത്തിന് ശേഷവും അവ വൃത്തിയാക്കി അണുവിമുക്തമാക്കി ഉണക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അണുനശീകരണത്തിന് രാസവസ്തുക്കൾക്ക് പകരം വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ താപനില എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, 50 ഡിഗ്രി സെൽഷ്യസ്. 2, 100 ഡിഗ്രി സെൽഷ്യസ്. 3, 82 ഡിഗ്രി സെൽഷ്യസ്. 4, 32 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഏതാണ് ഇതിൽ ആൻസർ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. ഏതാ ആൻസർ? കിട്ടിയോ? ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. 82 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. അതായത് സാധാരണയായി പാത്രങ്ങളും മറ്റു ഉപകരണങ്ങളും വൃത്തിയാക്കാൻ രാസവസ്തുക്കളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ രാസവസ്തുക്കൾക്ക് പകരം ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അണുക്കളെ ശരിക്കും നശിപ്പിക്കാൻ വെള്ളത്തിനൊരു കൃത്യമായിട്ടുള്ളൊരു ചൂട് വേണം. ഓക്കെ, അപ്പോൾ ഈ ഭക്ഷണശാലകളിലും മറ്റു പാത്രങ്ങളും കഴുകുന്ന മെഷീനുകളിൽ അണുനശീകരണത്തിനായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ താപനില കുറഞ്ഞത് 82 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്, 82 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത നമ്മൾ നോക്കുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശുചീകരണ ഉപകരണങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അതായത് നമ്മൾ ജോലി ചെയ്യുന്ന പരിസരമൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂല്, മോപ്പ്, ഡിറ്റർജൻറ്റുകൾ തുടങ്ങിയവയൊക്കെ ഇല്ലേ, അവ എങ്ങനെയാണ് മാറ്റി വെക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 1, വൃത്തിയുള്ള പാത്രങ്ങൾക്കും പ്ലേറ്റുകൾക്കും സമീപം സൂക്ഷിക്കുക. 2, ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുക. 3, നനഞ്ഞ നിലത്ത് തന്നെ ഉപേക്ഷിക്കുക. 4, കട്ടിംഗ് ബോർഡുകൾക്ക് മുകളിൽ വെക്കുക. ഇപ്പം തന്നെ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. രണ്ടാമത്തെ ഓപ്ഷനല്ലേ കറക്റ്റ്. ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുക. കാരണം എന്താ? ശുചീകരണത്തിനായി ഉപയോഗിക്കുന്ന ലായനികളും ഉപകരണങ്ങളിലും അണുക്കളോ രാസവസ്തുക്കളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവ ഭക്ഷണ സാധനങ്ങളുടെയോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെയോ അടുത്ത് വെക്കാൻ പാടില്ല. ഇതിൽ നിന്നൊക്കെ വേർതിരിച്ച് വേണം സൂക്ഷിക്കാൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഭക്ഷണവുമായി സമ്പർക്കമില്ലാത്ത നോൺ ഫുഡ് കോണ്ടാക്റ്റ്
പ്രതലങ്ങൾക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ വിളമ്പുമ്പോഴോ ഭക്ഷണവുമായി നേരിട്ട് തൊടാത്ത സാധനങ്ങൾ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കിയാലോ. 1 കട്ടിംഗ് ബോർഡുകളും പ്ലേറ്റുകളും, 2 ചുവരുകളും തറകളും, 3 കത്തികളും സ്പൂണുകളും, 4 മിക്സിംഗ് ബൗളുകൾ. ഏതാണ് ഇതിൽ ആൻസർ ആയി വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ കറക്റ്റ്, ചുവരുകളും തറകളും. അതായത് നോൺ ഫുഡ് കോണ്ടാക്ട് സർഫസ് എന്നാൽ അടുക്കളയിലെ ചുവരുകള്, തറ, സീലിംഗ് എന്നിവയിൽ നിന്ന് നമ്മൾ ഭക്ഷണം നേരിട്ട് വെക്കാത്ത കാറ്റഗറിയാണ് അത് പറയുന്നത്, നോൺ ഫുഡ് കോണ്ടാക്ട് സർഫസ് എന്ന്. ഓക്കെ, അപ്പോൾ അടുക്കളയിലെ ചുവരുകള്, തറ, സീലിംഗ് എന്നിവയിൽ നമ്മൾ ഭക്ഷണം നേരിട്ട് വെക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇവയെ ഭക്ഷണവുമായി സമ്പർക്കമില്ലാത്ത പ്രതലങ്ങളായാണ് കണക്കാക്കുന്നത്. ഓക്കെ, എങ്കിലും അടുക്കളയുടെ പൊതുവായ ശുചിത്വത്തിന് ഇവയും വൃത്തിയായിരിക്കണം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ഓപ്ഷനാണ്, ചുവരുകളും തറകളും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാലിന്യ പാത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കിയാലോ. 1 അവ എപ്പോഴും തുറന്നിടണം. 4 അവ എപ്പോഴും കൃത്യമായി അടച്ചു സൂക്ഷിക്കണം. 3 ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. 4 ആഴ്ചയിലൊരിക്കൽ മാത്രം വൃത്തിയാക്കിയാൽ മതി. ഏതാണ് ഇതിൻ്റെ ആൻസർ? കിട്ടിയിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ ഓപ്ഷനാണല്ലേ, അവ എപ്പോഴും കൃത്യമായി അടച്ചു സൂക്ഷിക്കണം. കാരണം എന്താ? വൃത്തിയും ആരോഗ്യവും മുൻനിർത്തി മാലിന്യപാത്രങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്, അവ എപ്പോഴും കൃത്യമായി അടച്ചു സൂക്ഷിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണശാലകളിൽ കീടങ്ങളെ പ്രധാനമായും ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അതായത് ഭക്ഷണശാലകളിലെ പ്രാണികളും മറ്റു കീടങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1 വെളിച്ചവും വായു, 2 ഭക്ഷണം, ഈർപ്പം, താപനില, 3 ശബ്ദവും തിരക്കും, 4 ചുവരിലെ പെയിന്റ്. ഏതാണ് ആൻസർ? രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്, ഭക്ഷണം, ഈർപ്പം, താപനില. കാരണം എന്താണ്? ഈ കീടങ്ങളൊക്കെ അല്ലേ, ഉദാഹരണത്തിന് പാറ്റകൾ, ഈച്ചകൾ, എലികൾ, ഇവയൊക്കെ ഒരു സ്ഥലത്തേക്ക് വരുന്നത് പ്രധാനമായും അവയുടെ നിലനിൽപ്പിന് ആവശ്യമായ 3 കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ഏതൊക്കെയാണ്? 1 ഭക്ഷണശാലകളിൽ എപ്പോഴും ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കീടങ്ങളെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ ഈർപ്പം, വെള്ളം അല്ലെങ്കിൽ ഈർപ്പമുള്ള സാഹചര്യം കീടങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമാണ്. പിന്നെ താപനില, കീടങ്ങൾ വളരാൻ അനുയോജ്യമായ ചൂടുള്ള സാഹചര്യം ഇത്തരം ഇടങ്ങളിൽ ലഭിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ കീടങ്ങളെ പ്രധാനമായും കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്, ഭക്ഷണം, ഈർപ്പം, താപനില. അടുത്തത് നോക്കുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് കീടങ്ങൾ വരുത്തുന്ന പ്രധാന വിപത്തായി കണക്കാക്കുന്നത്? അപ്പോൾ ഈ ചോദിക്കുന്നത് എലികൾ, പാറ്റകൾ, ഈച്ചകൾ തുടങ്ങിയ കീടങ്ങളൊക്കെ അല്ലേ, ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 ഭക്ഷണവും ജോലി സ്ഥലവും മലിനമാക്കുന്നു. അതായത് കീടങ്ങൾ ഭക്ഷണത്തിന് സ്പർശിക്കുമ്പോഴോ അവയുടെ വിസർജ്യമൊക്കെ വീഴുമ്പോഴോ ഭക്ഷണവും പരിസരവും അശുദ്ധമാക്കുന്നു. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ രണ്ടാമത്തെ എന്താ? രോഗങ്ങളും ബാക്ടീരിയകളും പടർത്തുന്നു. കീടങ്ങൾ മാരകമായ അസുഖങ്ങളും ബാക്ടീരിയകളും പരത്താൻ കാരണമാകുന്നില്ലേ? ഉദാഹരണത്തിന് എലിപ്പനി, കോളറ ഇവയൊക്കെ വരുന്നില്ലേ? അപ്പോൾ അതും കറക്റ്റാണ്. 3 ഭക്ഷണത്തിനും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഈ കീടങ്ങൾ ഭക്ഷണ സാധനങ്ങൾ കാർന്ന് തിന്നുകയും പിന്നെ കെട്ടിടങ്ങളിലെ വയറുകളും തടികളൊക്കെ നശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. 4 മുകളിൽ പറഞ്ഞവയല്ല, അതായത് മേൽ പറഞ്ഞ 3 കാര്യങ്ങളും കീടങ്ങൾ വരുത്തുന്ന വിപത്തുകളാണ്. അപ്പോൾ ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. 4ാമത്തെ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്, മുകളിൽ പറഞ്ഞവയല്ല. അതായത്
കീടങ്ങൾ ഒരേ സമയം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും നമ്മുടെ സമ്പാദ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ 3 പോയിന്റുകളും ശരിയാണ്. ഓക്കെ. അടുത്ത് നമ്മൾ നോക്കുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കീടനിയന്ത്രണം ഉറപ്പാക്കുന്നത് വഴി ഒരു സ്ഥാപനത്തിന് ലഭിക്കുന്ന ഗുണം എന്താണ്? അതായത് ഒരു സ്ഥാപനത്തിലെ എലി, പാറ്റ തുടങ്ങിയ കീടങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് ആ സ്ഥാപനത്തിന് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കിയാലോ. 1. റെഗുലേറ്ററി പാലിക്കൽ ഉറപ്പാക്കാം. 2. ഉപഭോക്തൃ പരാതികൾ വർദ്ധിപ്പിക്കാം. 3. സ്ഥാപനത്തിൻ്റെ പേര് മോശമാക്കാം. 4. ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടാം. ഏതാണ് ഇതിലെ ആൻസർ? 1ാമത്തെ ഓപ്ഷൻ ആണ് കേട്ടോ കറക്റ്റ്. റെഗുലേറ്ററി പാലിക്കൽ ഉറപ്പാക്കാം. അപ്പോൾ എന്താണ് ഈ റെഗുലേറ്ററി പാലിക്കൽ? റെഗുലേറ്ററി പാലിക്കൽ എന്നാൽ സർക്കാർ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുക എന്നതാണ് അർത്ഥം. ഓക്കെ. പ്രത്യേകിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകൾ വൃത്തിയും കീടനാശിനിയും നിർബന്ധമാണ്. കീടനാശിനി നിയന്ത്രണവും നിർബന്ധമാണ്. ഓക്കെ. ഇത് കൃത്യമായി നടത്തിയാൽ മാത്രമേ ആ സ്ഥാപനത്തിന് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ. ചുരുക്കത്തിൽ കൃത്യമായ കീടനിയന്ത്രണം നടത്തുന്നത് വഴി ആ സ്ഥാപനത്തിന് നിയമപരമായ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 1ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. റെഗുലേറ്ററി പാലിക്കൽ ഉറപ്പാക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജോലി സ്ഥലത്തെ ക്രമവും ശുചിത്വവും പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ജോലി ചെയ്യുന്ന ഇടം അടുക്കും ചിട്ടവും ഇല്ലാതെ അഴുക്കായി ഇട്ടാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1. പണച്ചെലവ് കുറയും. 2. കീടങ്ങൾ പടരാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. 3. ജോലി വേഗത്തിൽ നടക്കും. 4. മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. ഏതാണ് ഇതിലെ ആൻസർ? 2ാമത്തെ ഓപ്ഷൻ അല്ലേ കറക്റ്റ്. കീടങ്ങൾ പടരാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. കാരണം എന്താ? ശുചിത്വമില്ലായ്മ ഉണ്ടായാൽ ശുചിത്വമില്ലായ്മ ഉണ്ടാവും. ശുചിത്വമില്ലായ്മ എന്ന് പറഞ്ഞാൽ ജോലിസ്ഥലം വൃത്തിയായി കിടന്നാൽ പാറ്റ, എലി, മറ്റു കീടങ്ങൾ എന്നിവയൊക്കെ പെരുകാൻ കാരണമാവൂലേ ശുചിത്വമില്ലെങ്കിൽ? ഇത് രോഗങ്ങൾ പടരുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ സുരക്ഷിതവും ആരോഗ്യവുമായ ഒരു തൊഴിൽ അന്തരീക്ഷത്തിന് ശുചിത്വവും ക്രമീകരണവും നിർബന്ധമാണ്. ഓക്കെ. അപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. കീടങ്ങൾ പടരാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാതിലുകളും ജനാലകളും എപ്പോഴും തുറന്നിടുന്നത് എങ്ങനെയുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും? അത് എന്ത് തരം ദോഷം ഉണ്ടാക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. 1. വെളിച്ചം കൂടുതൽ കിട്ടും. 2. കാറ്റ് നന്നായി ലഭിക്കും. 3. പുറത്തു നിന്നുള്ള ഈച്ചകളും മറ്റു കീടങ്ങളും അകത്ത് കയറാൻ കാരണമാകും. ഏതാണ് ഇതിലെ ആൻസർ? 3ാമത്തെ ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്. പുറത്തു നിന്നുള്ള ഈച്ചകളും മറ്റും കീടങ്ങളും അകത്തേക്ക് കയറാൻ കാരണമാകും. ഇത് കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ കാരണം എന്താണ്? വെളിച്ചവും കാറ്റും ലഭിക്കുന്നത് നല്ല കാര്യമാണ്. എങ്കിലും ഈ ചോദ്യം ഒരു ദോഷത്തെ, അതായത് പ്രത്യാഘാതത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അനാവശ്യമായ കീടങ്ങളും ഈച്ചകളും വീടിനുള്ളിൽ നമ്മൾ ജോലിസ്ഥലത്ത് പ്രവേശിക്കുന്നത് തടയാൻ വാതിലുകളും ജനാലുകളും എപ്പോഴും തുറന്നിടുന്നത് അത്ര നല്ല കാര്യമല്ല. ഓക്കെ. അപ്പോൾ 3ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. പുറത്തു നിന്നുള്ള ഈച്ചകളും മറ്റ് കീടങ്ങളും അകത്ത് കയറാൻ കാരണമാകും. അടുത്ത് നമ്മൾ നോക്കുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യന്ത്രങ്ങളിലോ ഉപകരണങ്ങളിലോ കേടുപാടുകൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1. ഉപകരണം ഉപയോഗിക്കുന്നത് തുടരുക.
2 അത് നന്നാക്കാൻ കാത്തിരിക്കുക. 3 റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. 4 ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ആൻസർ എല്ലാവർക്കും കിട്ടിയല്ലോ. നാലാമത്തെ ഓപ്ഷൻ അല്ലേ കറക്റ്റ്. ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ, ഒരു യന്ത്രത്തിലോ ഉപകരണത്തിലോ ചോർച്ചയോ മറ്റു കേടുപാടുകളോ ശ്രദ്ധയിൽപ്പെട്ടാല് അപകടങ്ങൾ ഒഴിവാക്കാൻ അത് അപ്പോൾ തന്നെ അത് ബന്ധപ്പെട്ട അധികാരികളെയോ സൂപ്പർവൈസർമാരെയോ അറിയിക്കണം. എങ്കിൽ മാത്രമേ അത് വേഗത്തിൽ നന്നാക്കാനും സുരക്ഷിതമായ സാഹചര്യം ഉറപ്പാക്കാനും കഴിയുള്ളൂ. ഓക്കെ, നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണശാലകളിൽ ഭക്ഷണ സാധനങ്ങൾ തറയിൽ നിന്ന് എത്ര ഉയരത്തിൽ സൂക്ഷിക്കണം? അതായത് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ആഹാര സാധനങ്ങൾ നേരിട്ട് തറയിൽ വെക്കാൻ പാടില്ല. അത് തറയിൽ നിന്നും നിശ്ചിത ഉയരത്തിലുള്ള റാക്കുകളിലോ സ്റ്റാൻഡുകളിലോ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. അത് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1 2 സെൻറ്റിമീറ്റർ, 2 5 സെൻറ്റിമീറ്റർ, 4 കുറഞ്ഞത് 15 സെൻറ്റിമീറ്റർ, 4 ഉയരം ആവശ്യമില്ല. അപ്പം ഏതാണ് ഇതിലെ ആൻസർ? മൂന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്. കുറഞ്ഞത് 15 സെൻറ്റിമീറ്റർ. കാരണം എന്താ, ഭക്ഷണം എപ്പോഴും വൃത്തിയുള്ള സാഹചര്യത്തിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. തറയിൽ നിന്ന് കുറഞ്ഞത് 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്കാണ്. 1 ശുചിത്വത്തിന് വേണ്ടി, തറ കഴുകുമ്പോഴോ വൃത്തിയാക്കുമ്പോഴോ വെള്ളവും അഴുക്കും ഭക്ഷണപ്പൊതികളിൽ തട്ടാതിരിക്കാനാണ് തട്ടാതിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ 2 വായുസഞ്ചാരം, ഭക്ഷണ സാധനങ്ങൾക്ക് താഴെ വായുസഞ്ചാരം ഉണ്ടാകുന്നത് ഈർപ്പം തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കും. ഓക്കെ, പിന്നെ കീടനിയന്ത്രണം, എലി പാറ്റ തുടങ്ങിയ ജീവികൾക്ക് ഭക്ഷണത്തിലേക്ക് പെട്ടെന്ന് എത്താതിരിക്കാനും അവ ഒളിച്ചിരിക്കുന്നത് എളുപ്പത്തിൽ കണ്ടെത്താനും ഈ ഉയരം സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. കുറഞ്ഞത് 15 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രെയിനേജ് അതായത് ഓടകൾ കൃത്യമായി മൂടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1 ദുർഗന്ധം മാത്രം, 2 എലികളും പാറ്റകളും കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാകും, 3 വെള്ളം കെട്ടി നിൽക്കും, 4 തറ നനയും. ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. എലികളും പാറ്റകളും കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാവും. ഓക്കെ, ഓടകൾ തുറന്നിരുന്നാൽ ഡ്രെയിനേജ് വഴി എലികൾ പാറ്റകൾ തുടങ്ങിയ ജീവികൾക്ക് വളരെ വേഗത്തിന് നമ്മൾ കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കൂലേ. ഇത് രോഗങ്ങൾ പടരാനും ശുചിത്വമില്ലായ്മക്കും കാരണമാകും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ കെട്ടിടത്തിൻ്റെ ശുചിത്വവും സുരക്ഷിതവും ഉറപ്പാക്കാൻ ഡ്രെയിനേജ് സംവിധാനം കൃത്യമായി മൂടി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. എലികളും പാറ്റകളും കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാകും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൊട്ടിയ ടൈലുകളും ഭിത്തിയിലെ വിള്ളലുകളും ഉടൻ ശരിയാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതായത് നമ്മുടെ സ്ഥാപനത്തിലെ ടൈലുകൾ പൊട്ടുകയോ ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് പെട്ടെന്ന് നന്നാക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട്, 2 ഇവ കീടങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളായി മാറും, 3 പരിശോധകർ പിഴ അടപ്പിക്കും. ഏതാണ് ആൻസർ? രണ്ടാമത്തെ ഓപ്ഷനാണല്ലേ കറക്റ്റ്. ഇവ കീടങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളായി മാറും. അതായത് വിള്ളലുകൾക്കിടയിൽ അഴുക്കും വെള്ളവും കെട്ടി നിൽക്കാനും പാറ്റ, ഉറുമ്പ്, മറ്റു കീടങ്ങൾ എന്നിവ മുട്ടയിട്ട് പെരുകാനും സാധ്യതയുണ്ട്. ഇത് രോഗങ്ങൾ പടരാനും കാരണമാകും. പിന്നെ വിള്ളലുകൾ കീടങ്ങൾ വരുന്നത് തടയാനും അതുവഴി പടരുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇത്തരം കേടുപാടുകൾ ഉടൻ തന്നെ തീർക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. ഇവ കീടങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളായി മാറും.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പുറത്തു നിന്ന് വരുന്ന സാധനങ്ങൾ സ്വീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഉടൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. 2, കീടങ്ങളോ മറ്റു അഴുക്കുകളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. 3, പെട്ടികൾ തുറക്കാതെ സൂക്ഷിക്കുക. ഏതാണ് ഇതിൽ ആൻസറായി വരുന്നത്? 2ാമത്തെ ഓപ്ഷനാണ് കേട്ടോ കറക്റ്റ്. കീടങ്ങളോ മറ്റു അഴുക്കുകളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. കാരണം എന്താ, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഡെലിവറി എടുക്കുമ്പോഴോ അത് വൃത്തിയുള്ളതാണെന്നും അതിൽ പാറ്റകളോ മറ്റു ജീവികളോ ഇല്ലെന്നും ഉറപ്പുവരുത്തണം. ഓക്കെ, കേടായ സാധനങ്ങൾ മറ്റുള്ളവയുടെ കൂടെ വെച്ചാൽ അതും കൂടി കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധനങ്ങൾ സ്വീകരിക്കുന്ന ആ ടൈമിൽ തന്നെ അവരുടെ ഗുണനിലവാരവും വൃത്തിയും പരിശോധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. കീടങ്ങളോ മറ്റു അഴുക്കുകളോ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക.